ക്യാപ്റ്റൻ സഞ്ജു സാംസൺ, മെന്ററായി മഹേന്ദ്ര സിംഗ് ധോണി, കോച്ച് ഓയൻ മോർഗൻ. ചർച്ചകൾ കൊഴുക്കുകയാണ്. ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിന്റെ പുതിയ സീസണ് മുന്നോടിയായി ചെന്നൈ സൂപ്പർ കിങ്സ് ടീം മൊത്തത്തിൽ അഴിച്ചുപണിക്കൊരുങ്ങുമ്പോൾ ചോദ്യങ്ങൾ ഏറെയാണ്. തുടർച്ചയായ തിരിച്ചടികൾക്ക് ശേഷം 5 തവണ IPL ചാമ്പ്യന്മാരായ CSK അടുത്തിടെയാണ് പരിശീലകൻ സ്റ്റീഫൻ ഫ്ലെമിംഗുമായി പിരിഞ്ഞത്. 17 വർഷം നീണ്ട കാലയളവിന് ശേഷമാണ് ഫ്ലെമിംഗ് CSKയോട് വിട പറഞ്ഞത്. ഫ്ലെമിംഗിന്റെ പകരക്കാരനായി പല പേരുകളും മുന്നിലുണ്ട്. അതിലേറ്റവും മുൻപന്തിയിലുള്ളത് ഇംഗ്ലണ്ട് മുൻ താരം ഓയൻ മോർഗന്റേതാണ്. CSKയുടെ മുൻ താരം കൂടിയായ അശ്വിനാണ് പുതിയ ചർച്ചകൾക്ക് തുടക്കമിട്ടത്. ഓയൻ മോർഗൻ വന്നേക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് ചർച്ചകളിലുണ്ട്. പ്രാഥമിക ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നതിൽ സംശയമില്ല. ഇതിൽ 2 സാധ്യതകളാണുള്ളത്. മോർഗൻ ഈ വർഷം തന്നെ ചുമതലയേൽക്കുമോ, അതോ മിനി ലേലത്തിൽ ടീമിനെ രൂപീകരിച്ച ശേഷം പിന്നീട് അദ്ദേഹം ചുമതലയേൽക്കുമോ എന്നത്. അശ്വിൻ പറയുന്നു, അന്താരാഷ്ട്ര തലത്തിലോ ഫ്രാഞ്ചൈസി തലത്തിലോ മോർഗൻ മുൻപ് ഹെഡ് കോച്ചായ പരിചയമില്ല. 2023 ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച ശേഷം അദ്ദേഹം കൂടുതലായും കമന്റേറ്ററായും ക്രിക്കറ്റ് നിരീക്ഷകനായും ഒക്കെയാണ് പ്രവർത്തിക്കുന്നത്. എങ്കിലും പരിമിത ഓവർ ക്രിക്കറ്റിലെ ഏറ്റവും ബുദ്ധിമാന്മാരായ തന്ത്രജ്ഞരിൽ ഒരാളാണ് മോർഗൻ. 2019 ഇംഗ്ലണ്ടിനെ കന്നി ഏകദിന ലോകകപ്പ് കിരീടത്തിലേക്ക് നയിച്ചത് മോർഗനായിരുന്നു. ന്യൂസിലൻഡ് മുൻ താരവും ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ടീം പരിശീലകനുമായ ബ്രണ്ടൻ മക്കല്ലത്തിൻ്റെ പേരും സജീവ പരിഗണനയിലുണ്ട്. ടെസ്റ്റ് ടീം പരിശീലക സ്ഥാനത്ത് നിന്ന് മാറിയെങ്കിലും ലിമിറ്റഡ് ഓവർ മത്സരത്തിൽ മക്കല്ലം തന്നെയാണ് ഇംഗ്ലണ്ടിന് തന്ത്രങ്ങളോതുന്നത്. കൗതുകരമായ കാര്യമെന്തെന്ന് വെച്ചാൽ സ്റ്റീഫൻ ഫ്ലെമിംഗും മക്കല്ലവും അടുത്ത സുഹൃത്തുക്കളാണ്. മക്കല്ലം ടെസ്റ്റ് പരിശീലക സ്ഥാനത്ത് നിന്ന് കഴിഞ്ഞപ്പോൾ അവിടേക്ക് പകരമെത്തിയത് ഫ്ലെമിംഗ് ആണ്. തിരിച്ച് ചെന്നൈയിലേക്കും അത്തരമൊരു നീക്കം നടക്കാനുള്ള സാധ്യതയുമുണ്ട്. CSKയെ നന്നായി അറിയുന്ന ആൾ കൂടിയാണ് മക്കല്ലം. IPLൽ മഞ്ഞപ്പടയ്ക്കായി 2 സീസൺ കളിച്ചിട്ടുണ്ട് അദ്ദേഹം. എങ്കിലും ഇംഗ്ലണ്ട് ലിമിറ്റഡ് ഓവർ ടീമിൻ്റെ ചുമതലയുള്ളതിനാൽ വരാനിരിക്കുന്ന സീസണിലേക്ക് മക്കല്ലം വരുമോ എന്ന് കണ്ടറിയണം. നിലവിലെ ബാറ്റിംഗ് പരിശീലകനായ മൈക്ക് ഹസിയെ മുഖ്യ പരിശീലക സ്ഥാനത്തേക്ക് കൊണ്ടുവരാനും പദ്ധതിയുണ്ട് ചെന്നൈ സൂപ്പർ കിങ്സിന്. ഇനി മുകളിൽ പറഞ്ഞ പേരുകളെല്ലാം അപ്രസക്തമാക്കി ഒരു വൻ ട്വിസ്റ്റ് ചെന്നൈ സൂപ്പർ കിങ്സ് നടത്താനും സാധ്യതയുണ്ട്. CSKയുടെ ഇതിഹാസ താരം മഹേന്ദ്ര സിംഗ് ധോണി വരാനിരിക്കുന്ന സീസണിൽ ടീമിൻ്റെ മെന്ററാകുമെന്നാണ് വിവരം. പരിക്കിനെ തുടർന്ന് കഴിഞ്ഞ സീസണിൽ ധോണിക്ക് കളിക്കാനായിരുന്നില്ല. വരാനിരിക്കുന്ന സീസണിൽ താരം കളിക്കുമോ എന്ന് ഉറപ്പുമില്ല. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യത്തിലും സസ്പെൻസ് ഒപ്പിക്കാറുള്ള ധോണി അപ്രതീക്ഷിതമായി മെന്റർ റോൾ ഏറ്റെടുത്ത് വന്നാൽ അത്ഭുതപ്പെടാനില്ല. ശേഷമുള്ള സീസണുകളിൽ പരിശീലക കുപ്പായത്തിലേക്കും MSDയെ കണ്ടേക്കാം. ക്യാപ്റ്റൻ സ്ഥാനത്തും മാറ്റമുണ്ടാകാനുള്ള സാധ്യതകൾ ഏറെയാണ്. നിലവിലെ ക്യാപ്റ്റൻ ഋതുരാജ് ഗെയ്ക്വാദിന് പകരം മലയാളി താരം സഞ്ജു സാംസൺ ക്യാപ്റ്റൻ സ്ഥാനത്ത് എത്തിയേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ഔദ്യോഗികമായ സ്ഥിരീകരണങ്ങൾ വന്നിട്ടില്ലെങ്കിലും ടീമംഗങ്ങളിലും മാനേജ്മെൻറ്റിലും ഈ ആവശ്യങ്ങൾ ഉയർന്നു കഴിഞ്ഞു. 14 വർഷം മുമ്പ് 2012 കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിലൂടെയാണ് സഞ്ജു IPL അരങ്ങേറ്റം കുറിക്കുന്നത്. തൊട്ടടുത്ത വർഷം രാജസ്ഥാനിലെത്തി. ഇടക്കാലത്ത് 2 വർഷം ഡൽഹി ഡെയർ ഡെവിൾസിലേക്ക്. 2018 വീണ്ടും രാജസ്ഥാനിൽ. 2021 ക്യാപ്റ്റൻ. ടീമിനെ ഫൈനലിലും എത്തിച്ചു. രാജസ്ഥാൻ്റെ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്നാണ് വന്നതെങ്കിലും ചെന്നൈയിലെ ആദ്യ സീസണിൽ ക്യാപ്റ്റൻസി നൽകിയിരുന്നില്ല സഞ്ജുവിന്. സഞ്ജു അത് ആവശ്യപ്പെട്ടിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഋതുവിൻ്റെ കീഴിൽ കുറച്ചു നാളായി അത്ര നല്ല പ്രകടനമല്ല ചെന്നൈ നടത്തുന്നത്. മാത്രമല്ല ഋതുവിൻ്റെ ഫീൽഡിംഗ് പ്ലേസ്മെൻറ്റും ബൗളിംഗ് ചേഞ്ചസുമെല്ലാം വലിയ രീതിയിൽ വിമർശനം ഏറ്റുവാങ്ങിയിരുന്നു. മറുവശത്ത് സഞ്ജു ആകട്ടെ രാജസ്ഥാനിൽ ക്യാപ്റ്റനായി മികവ് തെളിയിച്ച താരമാണ്. IPLൻ്റെ ചരിത്രത്തിൽ തന്നെ സോഷ്യൽ മീഡിയയിലടക്കം ഏറ്റവും അധികം ചലനമുണ്ടാക്കിയ ട്രാൻസ്ഫറുകളിലൊന്നായിരുന്നു സഞ്ജു ടു CSK ഡീൽ. സെഞ്ചുറി അടക്കം നേടി ഭേദപ്പെട്ട പ്രകടനം ബാറ്ററായി ആദ്യ സീസണിൽ തന്നെ നടത്താനും സഞ്ജുവിനായി. 2020 ലോകകപ്പിലെ പ്രകടനത്തോടെ വലിയ രീതിയിൽ ഫാൻ ഫോളോവേഴ്സും ഉള്ളതിനാൽ സഞ്ജു ക്യാപ്റ്റൻസി ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയായും CSK മാനേജ്മെൻറ്റ് പരിഗണിക്കും. ഓൾറൗണ്ടർ ഹാർദിക് പാണ്ഡ്യയെ കൊണ്ടുവരാനുള്ള ശ്രമം നടത്തിയിരുന്നെങ്കിലും അവസാന നിമിഷം അത് കൈവിട്ട മട്ടാണ്. മറുവശത്ത് ഹാർദിക് ആവട്ടെ തൻ്റെ പഴയ ടീമായ ഗുജറാത്തുമായും കൊൽക്കത്തയുമായുമെല്ലാം ചർച്ചകൾ നടത്തിയിട്ടുമുണ്ട്. ട്രേഡ് വിൻഡോ സജീവമായി നടക്കുകയാണ്. ചെന്നൈയെ സംബന്ധിച്ച് ആദ്യം പരിശീലകരെ നിയമിക്കുന്നതിനാവും മുഖ്യ പരിഗണന. ശേഷമായിരിക്കും താരങ്ങളിലേക്ക് കടക്കുന്നത്. ക്യാപ്റ്റൻസി മാറ്റം നിലവിലുള്ള താരങ്ങളിൽ തന്നെ കൈമാറാനുള്ളതിനാൽ വൈകിയാകും ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുക. എന്തായാലും സഞ്ജു സാംസൺ ക്യാപ്റ്റനും MS ധോണി മെന്ററും മോർഗനോ മക്കുലമോ പരിശീലകനുമായി വന്നാൽ ടീം ക്യാമ്പ് ആകെ ആവേശത്തിലാകുമെന്നുറപ്പ്.